അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തവർ. കഴിഞ്ഞ ദിവസം ഷംന എന്ന് പേരുള്ള 21 വയസ്സുള്ള ഒരു യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത കാരണം കേട്ടപ്പോൾ വല്ലാതെ നടുങ്ങിപ്പോയി. സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയതിനാണ് ഈ ഒരു ഉമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. 3 വർഷത്തിനിടെ ഇവർക്ക് ഒരു കുഞ്ഞുണ്ട്. ആ കുട്ടിക്ക് 2 വയസ്സായി. അങ്ങനെ ഇവർ വീണ്ടും ഗർഭിണിയായി. ഈ ഗർഭിണിയായത് സത്യത്തിൽ ഇവരാരോടും പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഇവർക്ക് വയറിന് സുഖമില്ല, ഭയങ്കര വയറുവേദനയാണ്. ഭർത്താവ് അൽത്താഫ് ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇതാകെ പറയുന്നത്. അങ്ങനെ ഭർത്താവ് പറഞ്ഞു, വേഗം നമുക്ക് വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഭാര്യനെ പിടിച്ച് വണ്ടി കയറ്റി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നപ്പോൾ കട്ടലിൻ്റെ അടിയിൽ എന്തോ ഇരിക്കണത് കണ്ടിട്ട് ഇയാൾ നോക്കുമ്പോൾ ഒരു കുഞ്ഞു പൊതി. ആ പൊതിയിലാകെ രക്തമൊക്കെ ഉണ്ട്. നോക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ശരീരം. ആ കുഞ്ഞിനെ ഒരു ചോരക്കുഞ്ഞ്. ഇയാൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാവണില്ല. വേഗത്തിൽ ഇയാളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇയാൾ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ഇപ്പോൾ ഈ കുഞ്ഞവിടെ വന്നു? ഭാര്യ ഗർഭിണിയല്ല, പിന്നെ എങ്ങനെയാണ് കുഞ്ഞ് വന്നത്? ഭാര്യ ഗർഭിണിയാണെന്നുള്ളത് ഭർത്താവിനോ വീട്ടുകാർക്കോ അറിയില്ല അത്രേ. ഇതെന്ത് കഥ? പോലീസിൽ തന്നെ വിശ്വസിക്കാൻ പ്രയാസമാണ്. സ്വന്തം ഭാര്യ ഗർഭിണിയായത് ഭർത്താവ് അറിഞ്ഞിട്ടില്ല പോലും. അപ്പോൾ ഈ ഭാര്യയ്ക്ക് 10 മാസം 9.5 മാസം ഗർഭിണിയായി ആ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ ഈ ജന്മം നൽകിയ ഉമ്മ ഷംന തന്നെയാണ് ഇല്ലാതാക്കിയത്. പോലീസ് ചോദിച്ചു, എന്താണ് ഇതിന് കാരണം? ഇനി വല്ല മാനസിക രോഗമോ എന്തെങ്കിലും ആണോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞൊരു കാരണമാണ് എന്നെ ഞെട്ടിച്ചത്. ഒരു കുഞ്ഞിനെ നോക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. ഇതിനിടയിൽ രണ്ടാമത്തെ ഒരു കുഞ്ഞിനെ നോക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടാക്കിയപ്പോൾ ഈ ഒരു ഗർഭം ഞാൻ ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഈ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ ഞാനതിനങ്ങോട്ട് തീർത്ത് കളഞ്ഞു. നമ്മളിതൊക്കെ പണ്ട് നമ്മൾ കഥാബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്. പട്ടിണിയെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ പെൺകുഞ്ഞാണെന്ന് അധിക്ഷേപിച്ചുകൊണ്ട് മക്കളെ കൊല്ലുന്നൊരു കാലം. ആ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോവുക. ഇതൊക്കെ നമ്മൾ ഈ മലയാളികൾക്കിടയിലാണ്. ഇത് യു പിയിലോ ബീഹാറിലോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം നാട്ടിൽ. മാതൃത്വം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുമോ? ഒരു ഉമ്മക്ക് എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്? എന്നാൽ ചെയ്യാൻ തോന്നും. ലോകത്തെ നമ്പർ 1 ക്രൂരത ചെയ്യാൻ കഴിയുന്ന ആളുകൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണെന്നുള്ളതാണ് എൻ്റെ പക്ഷം. അവർക്ക് എന്ത് ചെയ്യാനും പെട്ടെന്ന് അവർ ഇമോഷണലി ആവുമെങ്കിലും അവർക്കതിലൊരു മനക്കരുത്തുണ്ട്. ഏറ്റവും വലിയ ക്രൂരത മനുഷ്യരെന്നൊരു മൃഗമാണ്. എത്രയോ ആളുകൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ ഒരു കുഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ദത്തെടുക്കാനുള്ള പ്രൊസീജിയറോ മറ്റ് സാധനങ്ങളൊന്നും അവരെ കയ്യിലുണ്ടാവില്ല. ഒരു കുഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, മക്കളെ ഞങ്ങൾക്ക് തരാറില്ലേ? പിന്നെ ഇതിന് വേറൊരു കാര്യമുണ്ട്. ഇതിൽ 2-3 സംശയങ്ങളുണ്ട്. ഒന്ന്, ഭർത്താവ് ഇതറിയില്ല എന്ന് പറയണതിൽ കൃത്യമായിട്ട് എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും അജണ്ടകളുണ്ടോ? ഭർത്താവിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് കൂടെ കഴിയുന്ന ഒരു ഭാര്യ ഗർഭിണിയാണ് എന്നുണ്ട് ഭർത്താവ് മുഴുവനായിട്ട് അറിയാതിരിക്കാം. ഇനി ഭർത്താവ് അറിയില്ലെങ്കിലും വീട്ടുകാരറിയാതിരിക്കുക. അങ്ങനെ സാധിക്കുമോ എന്ന് വെച്ചാൽ സാധിക്കായികൊന്നും ഇല്ല കേട്ടോ. ചില ഭാര്യമാരങ്ങനെ ഇത് വലിയൊരു സംഭവമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിവെച്ചിട്ട് ഭർത്താവ് അറിയാതെ കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. രേഷ്മ എന്ന് പറയുന്നൊരു സ്ത്രീ ഇതുപോലെ ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞ് എന്നും, ഭർത്താവ് ഗൾഫിലൊന്നുമില്ല, നാട്ടിൽ തന്നെയാണ്, കൂടെ കഴിഞ്ഞിട്ട് ഒടുവിൽ പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഇല്ലാതാക്കിയപ്പോഴാണ് ഭാര്യ പ്രസവിച്ചത് തന്നെ അറിയണത്. സ്വന്തം വീട്ടിൽ തന്നെ അതുപോലെയുള്ള പെൺകുട്ടികൾ ഇങ്ങനെ ഗർഭമാരും അറിയാതെ കൊണ്ടുപോകുന്ന കേസുകളൊക്കെ ഉണ്ടാവും. മേ ബി സാധ്യത ഉണ്ട്. പക്ഷേ ഭർത്താവ് ഇതറിയില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഭർത്താവ് പറഞ്ഞതിന് സത്യസന്ധത ഉണ്ട് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. രണ്ടാമതൊരു കാര്യം, ഇങ്ങനെ ഇപ്പോൾ ഒരാൾ ഗർഭിണിയായ ഒരു ആക്സിഡൻ്റിലി ഗർഭിണിയായാലോ, ഒന്നാമത് ഒരു കുഞ്ഞ്, രണ്ടാമത്തെ ഒരു കുഞ്ഞ് വേണ്ടാന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്? പ്രസവിക്കാതിരിക്കാൻ തന്നെ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്? ഈ മാർഗ്ഗങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ അതൊക്കെ സ്വീകരിച്ചൂടെ? ഇത് പലപ്പോഴും ചില ആണുങ്ങൾ മുഴുവൻ പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തും. കാര്യം ഓരൊക്കെ നടത്തുന്നിട്ട് ഒരു ഈ സൂക്ഷിക്കായിട്ടല്ലേ ഇപ്പോൾ ഇത് പ്രഗ്നൻ്റ് ആയത്, ഈ കുറ്റപ്പെടുത്തൽ, അങ്ങനെ ചില കേസുകളുണ്ട്. അതായത് ഗർഭിണിയാക്കുന്ന സമയത്ത് ഭർത്താവ് യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും എടുക്കില്ല. മൂപ്പർക്ക് ഈ ലൈംഗികത എന്ന് പറയുന്നത് കുട്ടികളെ പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമല്ല, ഒരാളുടെ സുഖവും സന്തോഷവും അയാളെ ലൈംഗികത ആസ്വദിക്കാനൊക്കെ ഉള്ള പ്രക്രിയയാണ്. അതൊരു എന്നുള്ളതായിട്ട് ഒരു ചെറിയൊരു ഘടകം മാത്രമാണ്. അപ്പോൾ ആ ഒരു പ്രത്യുൽപാദനം ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ സാധനം ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി നമ്മുടെ മൈൻഡിനുണ്ടല്ലോ. അതിനുള്ള സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഉപയോഗിക്കാതെ ഇനി ആക്സിഡൻ്റലി ഗർഭിണി ആയാൽ നമുക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്? ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ഇല്ലാതാക്കാം. പക്ഷേ ജീവൻ എടുത്തിട്ട് ഗർഭിണിയായിട്ടുള്ള ഒരു ജീവനാണത്. ആ ജീവനെ ഇല്ലാതാക്കാനുള്ള റൈറ്റ്സ് നമുക്കില്ല.
പണ്ട് കാലത്ത് അറേബ്യയിലൊക്കെ വളരെ ചെറിയൊരു സമൂഹം ഇതുപോലെ കുഞ്ഞുങ്ങളെ കൊന്നിരുന്നത്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പട്ടിണി കിടന്നിട്ടാണോ, നിങ്ങൾ പട്ടിണിയെ ഭയന്നിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ അള്ളാഹുവാണ് നിങ്ങൾക്കുള്ള വിഭവങ്ങൾ റിസ്ക് തരുന്നത്. അത് മാത്രം ആലോചിച്ചാൽ പോലെ. ഇപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ ഇതുപോലെ കുഞ്ഞിനെ നോക്കാൻ വയ്യാന്നൊക്കെ കരുതിയിരുന്ന ആളുകൾ തന്നെ ആക്സിഡൻ്റലി ഗർഭിണിയാവുകയും പിന്നീട് അവർ പടച്ചോനെ പേടിച്ചിട്ടും സമൂഹത്തിനെ പേടിച്ചിട്ടും സ്വന്തമായിട്ടൊരു ധാർമ്മികത ഉണ്ടായിട്ടും ആ കുഞ്ഞിനെ പോറ്റി വളർത്തി ഇന്ന് ആ കുഞ്ഞുങ്ങളൊക്കെ നല്ല മുതിർന്ന ഒത്തൊരുമുള്ള ആളുകളായിട്ട് മാറി ആ കുടുംബത്തെ നോക്കുന്ന കഥകളുണ്ട്. പല ആളുകൾക്കും കുട്ടികൾ ഉണ്ടാവണമെന്നാൽ ശരി, കുട്ടികൾ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതുന്നില്ല, ആക്സിഡൻ്റലി തന്നെയാണ് പലരും ഗർഭിണിയാവുക. ഒരിക്കൽ പോലും ഗർഭിണിയാകണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല അവർ ഗർഭിണിയാവുക. ചില ആൾക്കാർ ഗർഭിണിയാവണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇത് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നോക്കി ഒരു തരത്തിലും, അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ദയ എന്നുള്ളൊരു സാധനം എടുത്ത് പോവുകയാണ്. ആർക്കും ആരോടും എന്തില്ല, ദയയില്ല എന്നുള്ളതാണ്. അതൊരു സ്വന്തം ഉദരത്തിൽ പിറന്ന കുഞ്ഞ് വെറും മിനിറ്റുകളും മണിക്കൂറുകളും ആകുമ്പോഴേക്ക് അതിനെ ഏതെങ്കിലും ഒരു ആയുധം ഉപയോഗിച്ചിട്ട് ഇല്ലാതാക്കാൻ മാത്രം നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടല്ലോ, ആ ഘടകത്തിനെയാണ് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടത്. ആ ഒരു പെൺകുട്ടി ഷംന കാണുമ്പോൾ നമുക്കൊരു പാവം തോന്നുന്നുണ്ട്. പാവം, ഒരു ക്രൂരതയുടെ മുഖമൊന്നുമില്ല. ഒന്നുകിൽ അതിന് വലിയ മാനസികമായ വല്ല തകരാറുണ്ടാവാം, മേ ബി. ഞാനങ്ങനെ സംശയിക്കണത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് പ്രസവാനന്തരമുള്ള പ്രശ്നങ്ങളുള്ള, അതിപ്പോൾ നല്ലപോലെ ഗർഭം ധരിച്ച് വീട്ടുകാരറിഞ്ഞ് ഗർഭം ധരിച്ചാലും വീട്ടുകാരറിയാതെ ഗർഭം ധരിച്ചാലും ഇത്തരത്തിൽ പ്രസവാനന്തരം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ആ സാഹചര്യത്തിൽ ചെയ്തതാണോ? പക്ഷേ അന്വേഷണത്തിൽ അങ്ങനെയല്ല. ഈ കുഞ്ഞിനെ അവർ അൺവാണ്ടഡ് ആയിട്ട് വന്നതാണ്. അങ്ങനെ വന്നപ്പോൾ അതിനെ നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്തതാണ് എന്നുള്ളതാണ് ഈ സ്ത്രീ പറഞ്ഞത്. ഈ സ്ത്രീക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിൽ മനസ്സിലാവട്ടെ. ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകളും ഈ വാർത്ത തിരുവനന്തപുരം കട്ടാക്കടയിലാണ് ഈ സംഭവം നടന്നത്. അത് ഈ ക്രൂരത എന്ന് പറഞ്ഞാൽ അത് ചെറുതായുള്ളൊരു വേർഡാണ്. ക്രൂരത എന്നുള്ള വേർഡ് തന്നെ ചെറുതാണ്. കാരണം ജന്മം നൽകിയ മാതാവ് തന്നെ എന്ത് ചെയ്യുക, സ്വന്തം കുഞ്ഞിനെ, അതും ഇത്തരത്തിലുള്ള ക്രൂരതകളെ മുഴുവനും ഒരു ജനതയെ മുഴുവനും കൊല്ലുന്ന പരിപാടിയാണെന്ന് പഠിപ്പിച്ചൊരു മതത്തിൻ്റെ ഒരാൾ തന്നെ ഇത് ചെയ്യേണ്ടി വരുന്നൊരു കാഴ്ച നമ്മുടെ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളത് അതെന്തല്ല, നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഗർഭം ധരിച്ചതിൽ ഈ ഭർത്താവ് അറിയില്ല എന്ന് പറഞ്ഞതിലൊക്കെ ഇനിയും വിശദീകരണങ്ങളും കൂടുതൽ അതിൻ്റെ വ്യക്തതയും വരാനുണ്ട്. പിന്നെ ചുരുക്കം ചില ആളുകളൊക്കെ കരുതുന്നുണ്ടാവും എത്ര കുഞ്ഞുങ്ങളാണെങ്കിലും ആ കുഞ്ഞുങ്ങളെ അള്ളാഹ് തരുന്നതിലെ സ്വീകരിക്കണം, ഒരിക്കലും ഗർഭനിരോധന മാർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പ്രസവിക്കാതിരിക്കാനുള്ള മറ്റോ ശാസ്ത്രീയ സൗകര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു കുഞ്ഞിനെ നോക്കാൻ കഴിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കണ്ട. പക്ഷേ നമുക്ക് ജന്മം നൽകിയ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, പ്രസവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ മാന്യമായിട്ട് പോറ്റുക. അള്ളാഹു നമ്മളെ കൂടെയുണ്ട്, ആ വിശ്വാസം വേണേ ആദ്യം. അപ്പോൾ എന്തായാലും ഈ വിഷയം എനിക്ക് കണ്ടു തോന്നിയ സംശയങ്ങൾ എങ്ങനെയാണ്, ഭർത്താവിൻ്റെ വാക്കുകൾ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമില്ല. മറിച്ച് മറ്റൊന്ന്, ഈ സ്ത്രീക്ക് മാനസികമായിട്ട് എന്തെങ്കിലും തകരാറുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളുടെ ഒരു ബ്ലാസ്റ്റിങ് മാത്രമാണ് എന്ത് ചെയ്ത് ഈ ഗർഭം പറയാതിരുന്നിട്ടുണ്ടാവുക. അത് ഒടുവിൽ എന്ത് ചെയ്യുക, ആരോട് ഭർത്താവിനുള്ള വിരോധത്തിൽ എന്തിലോ ചെയ്തിട്ട് എന്ത് ചെയ്ത് ആ കുഞ്ഞിനോട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു സാധനമായിരിക്കാം ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താ തോന്നി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നലെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, ഇതാ നമ്മൾ വോട്ട് ചെയ്തു, നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തു എന്ന് കരുതുന്നു. എന്തായാലും ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മുടെ കേരളത്തിൽ വളരെ വലിയൊരു ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഉണ്ടായിട്ടുള്ളത്. അതൊരു 80% മുകളിൽ പോളിംഗ് ശതമാനം ഉണ്ടായിട്ടുണ്ട്. മുമ്പൊക്കെ പോളിംഗ് ശതമാനം കൂടിക്കഴിഞ്ഞാൽ അത് UDF അനുകൂലമാണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ പല തെരഞ്ഞെടുപ്പുകൾ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അത് UDF അനുകൂലമല്ലാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മൂന്നാമതും LDF ആണോ അധികാരത്തിൽ വരിക, അതോ ഒരു ചരിത്രമാറ്റം വന്നിട്ട് UDF അധികാരത്തിൽ? എന്താണ് നിങ്ങളൊരു നിഗമനം? അതാണ് ഇന്നത്തെ ചോദ്യം. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്. പല സ്ഥലങ്ങളിലും കള്ളോട്ട് ചെയ്തു. ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട് ഉമ്മ മരിച്ചിട്ടടക്കമാണ് അവർ വന്നത്, പക്ഷെ അവരുടെ മകളുടെ വോട്ട് ആരോ കള്ളോട്ട് ചെയ്തു. ഇങ്ങനെ പലയിടങ്ങളിലും പല പ്രശ്നങ്ങളുണ്ട്. സ്ഥാനാർത്ഥികൾ വരുമ്പോൾ കൂവി ഓടിക്കുക, ഇങ്ങനെ രാഷ്ട്രീയം എന്നുള്ളത് രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സേവനമാവുന്നതിനപ്പുറം നമ്മുടെ നാട്ടിൽ എന്തോ ഒരു വലിയൊരു അധികാരത്തിൻ്റെ ഒരു മോഹമായിട്ട് മാറ്റിയിരിക്കണം. നമ്മൾ അത്തരം അധികാരമോഹത്തോടോ അല്ലെങ്കിൽ മതവർഗീയതയോടോ ഒന്നും നമുക്ക് സന്ധി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പരമാവധി ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് UDF ട്രെൻഡാണോ LDF ട്രെൻഡാണോ എന്ന് പറയാൻ എനിക്ക് അത്രയും വലിയ രാഷ്ട്രീയ വിവരമൊന്നും എനിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇപ്പോൾ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഈ വലിയ ഒരു പോളിംഗ് ശതമാനം നെക്സ്റ്റ് അധികാരത്തിൽ വരുമെന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? UDF അധികാരത്തിൽ വരുമെന്നാണോ LDF അധികാരത്തിൽ വരുന്നത്? എന്താണ് നിങ്ങളുടെ നിഗമനമെങ്കിൽ അതാണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.